നമ്മുടെ ഈ അടുത്ത കാലത്ത് പട്ടാളത്തിൽ വിവാദ പുരുഷനായിരുന്നു വിഷ്ണു ഭഗവത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയ ഒരു സംഭവമുണ്ട്. അദ്ദേഹവും കേണൽ കരിയപ്പയും ഇന്ത്യൻ പട്ടാളത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സമയം സാധാരണയായി ജനുവരി 26-ന് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കാറുണ്ട് ഡൽഹിയിൽ. ഈ റിപ്പബ്ലിക് ദിന പരേഡ് പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി സൗകര്യമൊരുക്കുന്നതിന് മുമ്പ് ജനുവരി 26-ന് മുമ്പായി വിശിഷ്ടാതിഥികളെ വിളിച്ചുകൊണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ വിളിച്ചുകൊണ്ട് രഹസ്യമായി ഈ റിപ്പബ്ലിക് ദിന പരേഡ് പ്രദർശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. വിഷ്ണു ഭഗവത് പറയുന്നു, അന്ന് BJP ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. BJP ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ രഹസ്യ പ്രദർശനത്തിനെത്തിയ വിശിഷ്ടാതിഥികളിൽ ഒരാൾ ബാൽ താക്കറെ ആയിരുന്നു. കേണൽ വിഷ്ണു ഭഗവതും കേണൽ കരിയപ്പയും ആ വേദിയിൽ വെച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരോടും അതേപോലെ തന്നെ ഭരണകൂടത്തോടും പറഞ്ഞു, ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല. കാരണം എന്ത് വൈശിഷ്ട്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ നേട്ടത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് അഭിമാനകരമായ ഏത് മുഹൂർത്തം സംഭാവന ചെയ്തു എന്നതിന്റെ പേരിലാണ് ബാൽ താക്കറെയെ ഈ വേദിയിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞ ചരിത്രം വിഷ്ണു ഭഗവത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഉന്നത മേഖലകളടക്കം വർഗീയവൽക്കരിക്കുവാൻ ഫാസിസ്റ്റുകൾ എല്ലാ കാലങ്ങളിലും ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ തിരൂരിലെ സംഭവം. ഇവിടെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായ പ്രജ്ഞാ സിംഗ് താക്കൂറിന്റെ അനുയായിയായ കേണൽ ശ്രീകാന്ത് പുരോഹിത്, ആ കേണൽ ശ്രീകാന്ത് പുരോഹിത് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇന്ന് RSSന്റെ നേതാവായ മോഹൻ ഭഗവത്, RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ മോഹൻ ഭഗവതിനെ വധിക്കാൻ വേണ്ടി ഇന്ദ്രയേഷ് കുമാർ എന്ന RSS നേതാവിൽ നിന്ന് 1 ലക്ഷം രൂപ കേണൽ പുരോഹിത് സ്വീകരിച്ചു അഡ്വാൻസ് ആയി എന്നാണ്. രണ്ടുപേരും RSSകാരാണ്. വധിക്കാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങിയതും ഒരു ഹിന്ദു ഭീകരവാദി തന്നെയാണ്. പക്ഷേ എന്തായിരുന്നു കാര്യം? മോഹൻ ഭഗവത് അക്കാലത്ത് ഒരു മിതവാദിയായിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചത്. കർക്കരയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ കാര്യം കൂടി സൂചിപ്പിക്കപ്പെട്ടിരുന്നു. അന്ന് മോഹൻ ഭഗവതിനെ വധിക്കാൻ വേണ്ടി കേണൽ പുരോഹിത് ഇന്ദ്രയേഷ് കുമാർ എന്ന RSS നേതാവിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കൊടുത്ത ഇന്ദ്രയേഷ് കുമാർ പറഞ്ഞു, കിട്ടിയ കേണൽ പുരോഹിതും പറഞ്ഞു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് മാലേഗാവ് സ്ഫോടനവുമായി, അതേപോലെ സംജോത എക്സ്പ്രസ്, മക്ക മസ്ജിദ് തുടങ്ങിയ സ്ഫോടന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഈ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇന്ത്യ രാജ്യത്തിന് പുറത്ത് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, മുസ്ലിങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിക്കുവാനും മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കുവാനുമുള്ള ശ്രമം സിയോണിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമായിരുന്നു. നമുക്കറിയാം, ആ കാലത്ത് ഏറ്റവും പ്രധാനമായി ഇതിന്റെയൊക്കെ കേന്ദ്രമായി വിശേഷിപ്പിക്കപ്പെട്ടത് സൗദി അറേബ്യ ആയിരുന്നു. എന്തുകൊണ്ട് സൗദി അറേബ്യയെ എതിരാളിയാക്കിയ ആളുകൾ, എന്തുകൊണ്ട് സൗദി അറേബ്യയാണ് തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്ന്, അതോടൊപ്പം തന്നെ സലഫികളാണ് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്നത് എന്ന ആരോപണം ഉയർന്നു. വഹാബികളാണ് തീവ്രവാദത്തിന്റെ പിന്നിലെന്ന് പറയാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് ഏറ്റുപറയാൻ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായി. മുജാഹിദികളോടുള്ള അന്ധമായ വിരോധം മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്ന ആളുകൾ, ഇത്തരം പരിപാടികൾ അത്തരം ആളുകളുടെ മനസ്സിൽ അസ്വസ്ഥത നിറച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മുജാഹിദികൾ കോട്ടക്കൽ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന്റെ പ്രമേയം അറിവ് സമാധാനത്തിന് എന്നതായിരുന്നു. പക്ഷേ ഈ രാജ്യത്ത്
എല്ലാവരും പ്രമേയങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാവരും സമ്മേളനങ്ങൾ നടത്തുന്നതും തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കണമെന്ന് വിചാരിക്കുന്ന ചില കൂപമണ്ഡൂകങ്ങൾ ഹിറാ സെന്ററിൽ ഇരുന്ന് വിലയിരുത്തുന്നു. ആ പ്രമേയം പഴഞ്ചനായി പോയി. പുതിയൊരു സന്ദേശവും നൽകാൻ, പുതിയൊരു ആവേശവും നൽകാൻ ഈ സമൂഹത്തിന് നൽകാൻ ആ സമ്മേളനം കൊണ്ട് സാധിച്ചില്ല. സമ്മേളനത്തിൽ വന്നിരുന്നത് മുഴുവൻ താടി നരച്ച വൃദ്ധന്മാരായിരുന്നു എന്ന് വിലയിരുത്തുന്നു സമ്മേളനത്തെ വിലയിരുത്തിക്കൊണ്ട്. എന്നാൽ അതേ സമയത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിന് അല്ല, അങ്ങ് കാശ്മീർ മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ ഇങ്ങ് തെക്കുള്ള കന്യാകുമാരി വരെയുള്ള മുഴുവൻ സമൂഹത്തിനും വലിയ ദിശാബോധം നൽകിയ മറ്റൊരു സമ്മേളനം നടന്നത്രേ കോഴിക്കോട് തന്നെ കാരന്തൂർ മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട്. ആ സമ്മേളനം മുസ്ലിം സമൂഹത്തിന് വലിയ ദിശാബോധം നൽകി. ആ സമ്മേളനത്തിൽ പങ്കുവച്ച സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. ആ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ 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 കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് യാഥാസ്ഥികന്മാരായിരുന്നവർ ഇപ്പോൾ ഏറെ പുരോഗമിച്ചിരിക്കുന്നു, എന്നാൽ ഒരു കാലത്ത് പുരോഗമിച്ചവർ ഇപ്പോൾ യാഥാസ്ഥികരായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ ആളുകൾ വിലയിരുത്തിയത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, എത്രമാത്രം ഈ ആളുകളുടെ മനസ്സിൽ തങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച അജണ്ട ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും തമ്മിൽ അകറ്റുകയും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ഭീകരത നിറക്കുകയും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യ മനസ്സുകളിലും അസ്വസ്ഥത വിതക്കുകയും അങ്ങനെ മതത്തിന്റെ പേരിൽ ആളുകളെ ചേരിതിരിവുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അജണ്ട ആളുകളോട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദികളോടുള്ള വിരോധം. മുജാഹിദികൾ വളരെ പഴഞ്ചന്മാർ. പിന്നെയോ കോളേജുകൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും അവർ വ്യാപിച്ചു കിടക്കുന്നു. ശരി, എവിടെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഡൽഹിയിൽ വ്യാപിച്ചു കിടക്കുന്നു. നിസാമുദ്ദീൻ ഔലിയയുടെ ജാറത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമ ബംഗാളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഒരു ശൈഖിന്റെ ജാറത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്നു. അതിനപ്പുറം ജാറങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ആദർശങ്ങളുമല്ലാതെ എന്ത് സ്വപ്നങ്ങളാണ് ഇത്തരം ആളുകൾക്ക് പങ്കുവെക്കാനുള്ളത്? അതാണ് ചില ആളുകൾക്ക് മഹത്തായ കാര്യം. എന്തുകൊണ്ട് മുജാഹിദികൾ പറയുന്നത് മഹത്തായ കാര്യമായില്ല? എന്തുകൊണ്ട് കോട്ടക്കൽ സമ്മേളനം ഒരു പുതിയ സന്ദേശം നൽകിയില്ല? കോട്ടക്കൽ സമ്മേളനം അവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് പറഞ്ഞത് തീവ്രവാദം പാടില്ല എന്നാണത്രേ. ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പാടില്ല എന്നാണത്രേ. അതുകൊണ്ട് ആ സമ്മേളനം മഹാമോശം. ആ സമ്മേളനം മഹാമോശം. നേരെ മറിച്ച് നിങ്ങൾ ഭീകരരാകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലോ കാശ്മീരിലും അതേപോലെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും പോയി ചാവേറുകളായി ആത്മഹത്യാ സ്ക്വാഡുകളായി നിങ്ങൾ മാറണം എന്ന് കേരളത്തിലെ ചിന്തിക്കുന്ന ക്യാമ്പസിനോട് മുജാഹിദുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ അത് മഹത്തായ സമ്മേളനമാകുമായിരുന്നു. പറഞ്ഞു വന്നത് ഫാസിസം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഫാസിസം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന് മറുപടിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിന്താഗതികളും ശരിയല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ആഗോളതലത്തിൽ ഇത്തരമൊരു ഗൂഢാലോചന നടന്നു സലഫികൾക്കെതിരെ. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ സലഫികളെ കേന്ദ്രീകരിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഏക ഉത്തരം സലഫികൾ മാത്രമാണ് ഇസ്ലാമിന്റെ രൂപത്തിൽ ആളുകളുടെ മുമ്പിൽ പ്രബോധനം ചെയ്യുന്നത് എന്നാണ്. ഇസ്ലാമിന്റെ തനതായ രൂപത്തിൽ ആ ഇസ്ലാമിക വിശ്വാസങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളും ഇസ്ലാമിക ആചാരങ്ങളും സംവിധാനങ്ങളും ഈ സമൂഹത്തിന് മുന്നിൽ യഥാർത്ഥ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് സലഫികൾ മാത്രമാണ്. അത്തരമൊരു പ്രബോധിത സമൂഹവും പ്രബോധക സമൂഹവും ഈ ലോകത്ത് വളർന്നു വന്നാൽ അത് ഇസ്ലാം വ്യാപിക്കാനുള്ള കാരണമാകും. ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കും, ആളുകൾ ഇസ്ലാമിനെ സ്വീകരിക്കും, ആളുകൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവും എന്ന ഭയമാണ് യഥാർത്ഥത്തിൽ സിയോണിസ്റ്റുകളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ സദ്ദാം ഹുസൈനെ പറ്റി വിശദീകരിക്കുകയുണ്ടായി. സദ്ദാം ഹുസൈൻ ഏത് തരത്തിലാണ് അമേരിക്കക്ക് പ്രിയപ്പെട്ടവനായിരുന്നത്?
സദ്ദാം ഹുസൈൻ ഏത് തരത്തിലാണ് അമേരിക്കക്ക് പകയുള്ളവനായി തീർന്നത്? അഫ്ഗാനിസ്ഥാൻ ഏത് തരത്തിലാണ് അമേരിക്കക്ക് ഇഷ്ടമുള്ള രാജ്യമായി തീർന്നത്? അഫ്ഗാനിസ്ഥാൻ ഏത് തരത്തിലാണ് എപ്പോഴാണ് അമേരിക്കക്ക് വിദ്വേഷമുള്ള രാജ്യമായി തീർന്നത്? നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനായാലും പാകിസ്ഥാനായാലും ഇറാനായാലും ഇറാഖായാലും മറ്റേത് രാജ്യങ്ങളായാലും ആ രാജ്യത്തുള്ള ജനങ്ങളുടെ പുരോഗതി എന്നതിനപ്പുറത്ത്, ആ രാജ്യത്തുള്ള ജനങ്ങളുടെ സമാധാനം എന്നതിനപ്പുറത്ത് ഇസ്ലാമിന്റെ അവശേഷിക്കുന്ന അവസാനത്തെ അടയാളങ്ങളും പറിച്ചു മാറ്റേണ്ടതുണ്ട്. അത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ വെറുക്കുകയും ആളുകൾ പുച്ഛിക്കുകയും ആളുകൾ അടുക്കാൻ മടിക്കുകയും ചെയ്യുന്ന ഒരാദർശ തലത്തിലേക്ക് ഇസ്ലാമിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഒരാഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഒരു ചക്രമാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം ഇതാ ഇസ്ലാം ഭീകരമാണ് എന്ന് പറയുക. ഒരു കൂട്ടർ രാവിലെ ഉറക്കമുണരുന്നത് മുതൽ തങ്ങളുടെ സ്റ്റേഷനുകൾ, ചാനലുകളുടെ സ്റ്റേഷനുകൾ തുറക്കുന്നത് മുതൽ അത് പൂട്ടുന്നത് വരെ, ഇപ്പോഴാകട്ടെ അടക്കലും പൂട്ടലും ഇല്ലാത്തത് കൊണ്ട് 24 മണിക്കൂറും മുസ്ലിം ഭീകരവാദികളുടെ ചിത്രങ്ങളും ചരിത്രങ്ങളും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി ആളുകളുടെ മനസ്സിലേക്ക് ഇതാ മുസ്ലിങ്ങൾ ഭീകരരാണ്, അവർ തീവ്രവാദികളാണ്, ഇന്ന സ്ഥലത്ത് ഇന്നയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇന്നയാളുകളാണ്, ഇന്ന സംഘടനയാണ് എന്ന പേരിലുള്ള പ്രചാരണങ്ങൾ. അതിന് ഇമെയിലുകളുണ്ട്, ആ സംഘടനകൾക്ക് ഓഫീസുകളുണ്ട്, ആ സംഘടനകൾക്ക് നേതാക്കന്മാരുണ്ട്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഒരു വിഭാഗം ആളുകൾ, രണ്ട് തരത്തിലാണ് ജനങ്ങൾ ഇതിനെ സമീപിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇത് നുണയാണ്, ഈ നുണയിൽ വഞ്ചിതരാകാൻ പാടില്ല എന്നീ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ചില ആളുകളോ ഇത് നുണയാണ്, ഇത് മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്, അതുകൊണ്ട് അതിനെതിരെ അതേ തലത്തിലുള്ള പ്രതികാര മാർഗങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരക്രമി സംഘത്തെ വളർത്തിയെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രചാരകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തെയാണ്. കേരളത്തിലായാലും അത് തന്നെയാണ് അവസ്ഥ. കേരളത്തിലെ മാധ്യമങ്ങളായാലും, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയാത്തതല്ല കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ഏതെങ്കിലും ചില ആളുകളെ, ന്യൂനപക്ഷം ആളുകളെ, വളരെ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ആളുകളെ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിക്കുന്ന അത്തരം ചില ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതാ കേരളത്തിലും ഇസ്ലാമിന്റെ പേരിലുള്ള ഭീകരത പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുന്നു മാധ്യമങ്ങൾ. എന്തുകൊണ്ട്? ഇവിടെയുള്ള 99.99% ആളുകളും ഇതിനെതിരാണ് എന്ന യാഥാർത്ഥ്യം കാണാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്കാവശ്യം ഈ 99.99 ആളുകളെ 100 എന്നതല്ല, മറിച്ച് ഈ 0.1% എങ്ങനെ 1% അതെങ്ങനെ 10% അത് 50-60% മാറ്റുവാനും കഴിയും എന്നാണ് ഈ ആഗോള മാധ്യമ ഭീകരർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്.